കഴിഞ്ഞപ്പോൾ സ്വന്തം അഭിനയം കണ്ടിട്ട് എന്ത് തോന്നി? കുറച്ചുകൂടെയൊക്കെ ആവായിരുന്നു ഇപ്പം സൂര്യ സാറ് ഇന്ദ്രൻ സേട്ടനെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. ഇപ്പം കറുപ്പ് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ ഇന്ദ്രൻ സേട്ടനെ പറ്റിയുള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ദ്രൻ സേട്ടൻ്റെ ജീവിതത്തിൽ കറുപ്പിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതുവരെ നടന്നതുപോലെ തന്നെയാണോ, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്? എന്തൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്നറിയാൻ പറ്റാത്ത, നമ്മളൊന്ന് അടുത്ത് കാണാൻ പോലും പറ്റാത്ത ആൾക്കാരോടൊത്ത് ചേർന്ന് അഭിനയിക്കാൻ കഴിയുന്നു, അവരുടെ സ്നേഹം കിട്ടുന്നു, അവർ നല്ല വാക്ക് പറയുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും. അതൊക്കെ ഒരു ദൈവാധീനം തന്നെ. ഗുരു നമ്മുടെ ഗുരുനാഥന്മാരുടെ ഒരു സ്പർശം. തമിഴിൽ നിന്ന് വരുന്ന ചാൻസുകളാണെങ്കിലും ഇപ്പോൾ കൂടിയോ? അതിനെപ്പറ്റിയൊക്കെ അത് നേരത്തെ അതങ്ങനെ കിട്ടാഞ്ഞിട്ടായിരുന്നില്ല. ഇത് തന്നെ ഞാൻ പേടിച്ച് തന്നെ പോയതാണ്. അപ്പം ഭാഷ ഒരു പ്രധാനമാണ്. ശരിക്കും നമ്മൾ ഈ കോമഡി ചെയ്യുമ്പോഴത്തേക്കും കരുതുന്ന ഒരു തയ്യാറെടുപ്പുണ്ട്. അത് മാറിയാലും നമുക്ക് ഭാഷ ഒരു വലിയ വിഷയമാണ്. നമുക്ക് മാറിയിട്ട് നമുക്ക് പ്രോംപ്റ്റ് കേട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് പഠിച്ചതുകൊണ്ട് ആ ക്യാരക്ടറോടെ നിൽക്കില്ല. ചിലപ്പം പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയില്ല, പകരം നമ്മളൊരു തലകുലിക്കലോ വാക്കിലോ ഒക്കെ പറഞ്ഞാൽ അത്രയും അറിയണം. അതുകൊണ്ട് ഞാൻ പോകായിരുന്നു. ഇപ്പോൾ കുറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പേടിയാണ്, ഞാൻ വരുന്നില്ല എന്ന് തന്നെ തുറന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവരായിട്ട് നടത്തിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഈ കറുപ്പ് തിയേറ്ററിൽ കണ്ടിരുന്നു ഇന്ദ്രൻ ചേട്ടൻ? പോയി കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം അഭിനയം കണ്ടിട്ട് എന്ത് തോന്നി? കുറച്ചുകൂടെയൊക്കെ ആവായിരുന്നു, നന്നാക്കാമായിരുന്നു. ഇടയ്ക്ക് എവിടെയൊക്കെ ബ്ലാങ്ക് ആയിപ്പോയി, അവിടെ കൂടെയൊക്കെ ഒന്ന് മാറ്റി ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നി. ജാഫർ ബ്രോ